ഇന്ന് ഓണത്തിൻ്റെ തലേദിവസം, അത് 24-ാം തീയതി കേട്ടോ. സോ ഒരു മിനി കുട്ടി വ്ളോഗാട്ടോ ചെയ്യുന്നത്. ഇവിടുന്ന് അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഉണ്ട്. ഓൾറെഡി നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് എടുത്തിട്ട് മിന്ത്രയിൽ നിന്ന്. പിന്നെ അതിന് വേണ്ട ആക്സസറീസ്, വള, കമ്മൽ, അതൊക്കെ നോക്കാൻ പോവാണ്. സോ ഒരു മിനി വ്ളോഗാണേ. അപ്പം നമുക്ക് പോവാം. അപ്പോൾ ഇതാട്ടോ ഔട്ട്ഫിറ്റ് വന്നിട്ട് ചിക്കൻ കറി കുർത്തിയാണ്. ഇതിൻ്റെ ഒരു പാൻറ് ഉണ്ടോ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, വിയേർഡ് ഫീലിംഗ് ഇല്ലേ കാണുമ്പോൾ തന്നെ. സോ നോക്കിയിട്ട് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. സ്കിൻ കെയർ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഓണമൊക്കെ ഇല്ലേ, ഞാൻ എൻ്റെ സ്കിൻ കെയർ ഏരിയയും അതുപോലെ മേക്കപ്പിൻ്റെ ഒക്കെ സാധനങ്ങൾ ഭയങ്കര സാനിറ്റൈസ് ചെയ്ത് ക്ലീൻ ആക്കി പക്കയാക്കി വെച്ചിട്ട് അതേ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. നിങ്ങൾ കുറേ പേർക്ക് എനിക്കറിയാം ഈ ഒരു ടൂർ വേണം, ഈ ഒരു സ്കിൻ കെയർ ഈ കുഞ്ഞി ഒരു കോർണറില്ലേ അതിന് ടൂർ വേണമെന്ന് എനിക്കറിയാം. ടൂർ എന്നല്ലേ പറയാം, അതിൻ്റെ ഒരു വ്ലോഗ് വേണമെന്ന് എനിക്കറിയാം. എല്ലാ സാധനവും നന്നായിട്ട് സാനിറ്റൈസ് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ കീപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി മേക്കപ്പ് നമുക്ക് അപ്പുറത്താണുള്ളത്. സോ അത് നമുക്ക് പിന്നെ കാണാം. നമുക്ക് ലിപ് ബാം ഇടാം. റോമാൻ്റെ ലിപ് ബാം ആയിട്ട് ഇടുന്നത്. ഇത് നല്ലൊരു ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യും. കഴിഞ്ഞത് ഇങ്ങനെ തോണ്ടി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് വരും എന്തായാലും. ബിക്കോസ് ലിപ് ബാം ഒക്കെ ഇട്ടിട്ട് മുഖത്ത് അതുകൊണ്ട് തൊട്ടിക്കിട്ട് എന്തായാലും കുരു വരും. സോ കൈ ആയിട്ട് വരാം കേട്ടോ. എന്നാൽ ഈ ബേക്കത്തെ ഈ സംഭവമില്ല, അത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ബിക്കോസ് അത് നമ്മുടെ അലക്കാനുള്ള കുറച്ച് തുണി ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുക. സോ അത് ഇഗ്നോർ ചെയ്യാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഇന്ന് കുളിക്കണം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു, തല കുളിക്കണം എന്നുള്ളത്. അപ്പോൾ ഫുൾ കംപ്ലീറ്റ് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്തതിന് ജസ്റ്റ് സൺസ്ക്രീൻ മാത്രം അപ്ലൈ ചെയ്തിട്ട് വന്നേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് നല്ലൊരു അടിപൊളി കുളി പാസ്സാക്കാം. നാളെ എന്തായാലും ഓണാണല്ലോ. സോ ഒരു വിസ്താരിച്ചൊരു കുളി ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ചെയ്യാറുണ്ട്. ഈസിൻട്രിയുടെ ഹൈലൂണിക് ആസിഡ് ഓണ പ്ലസ് ഇല്ലേ, ഈ സാധനം ഇത് റീപർച്ചേസ് ചെയ്യാം കേട്ടോ. ഇത് കുറേ ആയി ഞാനിത് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ഹൈലൂറോണിക് ആസിഡ് ടോണർ പ്ലസ് വന്നിട്ട് ബിക്കോസ് ഞാൻ നമ്മുടെ ഏതായാലും ഹഡോ ലാബോയുടെ പ്രീമിയം ലോഷൻ ഞാൻ കാണിച്ചു തരാം. ദിസ് വൺ, ഈ സാധനമില്ല, ഇത് ആക്ച്വലി കുറച്ചുകൂടി എനിക്ക് ഫീൽ ചെയ്ത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടല്ല. ബിക്കോസ് അതിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട് കുറച്ചുകൂടി തിക്കറാണ്. ഇതെന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ് ആൻഡ് ഗിവ്സ് എ ഹൈഡ്രേഷൻ. ആൻഡ് ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ലെയർ ചെയ്യാറുണ്ട് കേട്ടോ. ഈ ഒരു ടോണർ വന്നിട്ട് ടോണർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇനി അടുത്ത മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഹൈഫാൻ്റെ ഒരു തിക്ക് എക്സോം ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഇത് വേഗം നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവും. സോ വേഗം തന്നെ നമുക്ക് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്തിട്ട് നമുക്ക് പോവാലോ. അതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ സ്കിൻ ഇപ്പം ഭയങ്കരമായിട്ട് ബെറ്റർ ആയി വന്നിട്ടുണ്ട്. ദ തിങ് ഈസ്, ഞാൻ ഒരു 2 വർഷമായി ഈ ഒരു കണ്ടന്റ് ക്രിയേഷനിലോട്ടേക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് വന്നത്. എല്ലാം തന്നെ ട്രൈ ചെയ്ത് സ്കിന്നെ ഓക്കെ ആവും. പക്ഷെ പിന്നെയും ബാക്ക് ടു ലൈക്ക് ആ ഒരു പിഗ്മെന്റേഷനൊക്കെ ഭയങ്കര പ്രോമിനൻ്റ് ആവും ആൻഡ് സ്കിൻ ഇറിറ്റേഷനൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ. സോ ഞാൻ എൻ്റെ ഒരു ബാക്ക് ടു, നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ മുന്നേ 2 വർഷം മുന്നേ ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെയല്ല, പക്ഷേ പ്രൊഡക്ട്സൊക്കെ വന്നിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് കൈൻഡ് ഓഫ് ലൈക്ക് ആ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ചെയ്ത ശേഷമാണ് എൻ്റെ സ്കിൻ ഇത്രയും ബെറ്റർ ആയത്. സോ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറയാം കേട്ടോ. സോ ബൈ. നമുക്ക് നേരെ ഡയറക്റ്റ് സൺസ്ക്രീനിലോട്ട് പോവാം. സോ സൺസ്ക്രീൻ ആയിട്ട് ഐ തിങ്ക് നമുക്ക് ഏതാണ് വിഷ് കെയറിൻ്റെ ഈ ഒരു നാക്സിനമൈഡ് ഓയിൽ കൺട്രോൾ, ഇതും വേഗത്തിൽ അബ്സോർബ് ആവുന്ന ഒരു സൺസ്ക്രീൻ, അതുകൊണ്ടാണ് ഇത് പിക്ക് ചെയ്തത്. സോ ബിക്കോസ് എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുപോലെയുള്ള സമയത്തൊക്കെ ഞാൻ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് ഇടാം, നിങ്ങൾ കാണുമെങ്കിൽ മാത്രം കേട്ടോ. മേക്കപ്പിൻ്റെ ഏരിയ ഞാൻ കാണിച്ചു തരട്ടെ. ബിക്കോസ് ഇതിവിടെ കീപ്പ് ചെയ്തത് നമുക്ക് ഈ റൂമിൽ ഈ ഒരു വാം ലൈറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാകത്തില്ല ആക്ച്വലി നമ്മുടെ കറക്റ്റ് ഷെയ്ഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഭയങ്കര ഭംഗിയുള്ളതായിട്ട് തോന്നും.
സോ നമുക്ക് നാച്ചുറൽ ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിക്ക് നമുക്ക് മനസ്സിലാവും കറക്റ്റ് ആണോ ഷെയ്ഡ് ആൻഡ് കാര്യങ്ങളൊക്കെ. സോ ചട്ടാപ്പടയിൽ നിന്ന് നമുക്ക് മേക്കപ്പ് ഇട്ട് പോകാം. സോ അതിന്റെ ഭാഗമായിട്ട് അത്തരം പ്രൊഡക്ട്സ് ആട്ടോ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഇത് പറ്റിയ ഒരു മാച്ചിങ് ഇയറിംഗ്സ് ഏതാ നോക്കാം. ഇട്ട് നോക്കിയാലോ? പോകുന്നുണ്ടോ? ഇത് നമുക്ക് വേറൊരു ഓപ്ഷൻ കൊണ്ട് നമുക്ക് നോക്കാം. ഐ തിങ്ക് ഇത് കുറച്ചൊരു ഓവറായ പോലെ എനിക്ക് ഇത് ഫീൽ ചെയ്യുന്നത്. സോ നമുക്ക് ഇതിടാം. സോ മനസ്സിലാകുന്നില്ല ആക്ച്വലി ഇങ്ങനെ കാണുമ്പോൾ. ഒരു മിനിറ്റ്. ഓറഞ്ച് കളർ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടങ്ങ് എടുത്തറിയും. ഇതിൻ്റെ സ്കിൻ ടിൻ്റ് യൂസ് ചെയ്യാം. എൻ്റെ ഷെയ്ഡ് 45 ആട്ടോ. ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ ഷെയ്ഡുള്ള ഒരു സ്കിൻ ടിൻ്റ് ആട്ടോ. സോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ അണ്ടർ ഐയിലേക്ക് കൊണ്ടുവന്നത് ബിക്കോസ് അപ്പം നമുക്ക് പിന്നെ ചെയ്യാം. ഈസിയായിട്ട് ബ്ലെൻഡ് ആവും. ആൻഡ് കണ്ടോ, ശരിക്കും എനിക്ക് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് അത്രയ്ക്കും എൻ്റെ സ്കിൻ ടോൺ മാച്ചാണ്. എന്ത് ഇതിൽ ബാക്കി ഉണ്ടാവും കഴുത്തിലും കൂടി അപ്ലൈ ബിക്കോസ് കഴുത്തും മുഖവും വേറെ വേറെ ഉണ്ടാവും. പിന്നെ പെർഫെക്റ്റ് ഷെയ്ഡിലൊരു കൺസീലർ എനിക്കിതിൽ കിട്ടിക്കുക കേട്ടോ. നമ്മൾ 4 to 5 ഒക്കെയാണ് നിങ്ങൾ ഈ ഒരു ലോറിയൽ പാക്സിൻ്റെ സ്കിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആയിട്ടുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും കൺസീലർ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. മാറ്റി അതവിടെ കുറച്ച് ലുക്ക് ഇട്ടാൽ നമുക്ക് അപ്പം കവറേജ് കൂടുതൽ കിട്ടും. പെൻസിൽ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട സമയം എനിക്കില്ല. സോ മാർച്ചിൻ്റെ കഴിഞ്ഞുപോയ എനിക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഇത് കഴിഞ്ഞുപോയ മസ്കാരയുടെ ഈ വോണ്ടില്ലേ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലെ ചെയ്യാം. ഇത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്ക് അതില്ല. വരച്ച മാതിരി ഒരു നമുക്ക് ഫീൽ ചെയ്യത്തേ ഇല്ല. ആക്ച്വലി ഫേസ് ഷേവ് ചെയ്തായിരുന്നു കേട്ടോ. സോ അതാണ് ഇത്രയും ഫേസ് വന്നിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളത്. മേക്കപ്പ് ഒക്കെ ഈസി ആയിട്ട് ഗ്ലൈഡ് ആവും. സോ ലിപ്സിനായിട്ട് ഇപ്പൊ ഞാൻ ഏത് ഔട്ട്ഫിറ്റിന്റെ കൂടെ ആണെങ്കിലും ഈ ഒരു പെറ്റലില്ല മേബിലിൻ ലിപ്റ്റർ ഗ്ലോസ് ഈ ഒരു സാധനം ഇത് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിന്റെ കൂടെ പോയി ചെയ്യും. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഉള്ള ലിപ് കോംബോ ആയിട്ട് വേനയുടെ മിഡ് നൈറ്റ് ബ്ലൂ കാജലാട്ടോ. സോ ആദ്യം ഉള്ള ലിബാണ് ക്യൂബിൾസിലും. സോ അതൊന്നും ചെറുതായിട്ട് ചെയ്തിട്ടായിട്ട് ഞാൻ യൂഷ്വലി ഇതുപോലത്തെ ലിപ് ഗ്ലോസസ് ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ ചുണ്ട് വേണം അവിടെ ഇട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എൻ്റെ ഒരു കറന്റ് ഫേവറേറ്റ് ഷെയ്ഡാട്ടോ അത്. പെറ്റൽ ഏത് സ്കിൻ ടോൺ യൂസ് ആക്കാം. നല്ലൊരു ഡാർക്കസ്റ്റ് ഷെയ്ഡ് ഓഫ് ബ്രൗൺ ലിപ്നർ ഉണ്ടെങ്കിൽ എല്ലാ സ്കിൻ ടോണും ഇത് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഭയങ്കര രസമുണ്ട്. ഈ വീഡിയോയിൽ അത്ര വിസിബിൾ അല്ല, പക്ഷെ നമുക്ക് നാച്ചുറലായിട്ട് കാണിച്ചു തരട്ടോ. ബ്ലഷും കൂടി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. പിന്നെ നിങ്ങളുടെ വിശേഷം എന്താണ്? നിങ്ങൾ ഇപ്രാവശ്യം ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? എങ്ങനെയാണ് യൂഷ്വലി നിങ്ങൾ ഓണം ഡേ പോവാറുള്ളത് കമന്റ് കേട്ടോ. നിങ്ങളുടെ നന്ദന, ഫാത്തിമ ആൻഡ് അയ്യോ 1-2 പേരെ കൂടി എനിക്ക് അറിയായിരുന്നു, പേര് ഓർമ്മ വരുന്നില്ല. ഇവരൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടിരിക്കുന്നു. ഏത് വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിലും എല്ലാ വീഡിയോസിനിട്ടിലും നിങ്ങളുടെ കമന്റ് എനിക്ക് കാണാൻ പറ്റും. ലൈക്ക് യു ആർ മൈ ഫേവറേറ്റ് പീപ്പിൾ. എല്ലാവരും ഫേവറേറ്റ് ആണ്. നിങ്ങളൊക്കെ പൊടിക്ക് ഫേവറേറ്റ് കൂടുതൽ കേട്ടോ. സോ പിന്നെ ഗിവ് അവേയുടെ കാര്യമൊക്കെ നമുക്ക് ആക്ച്വലി യൂട്യൂബിൽ നെക്സ്റ്റ് 2027 തൊട്ടിട്ട് ഈ മോണിറ്റൈസേഷൻ പോളിസീസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ
അതായത് ഇപ്പം 4000 വാച്ച് അവേഴ്സ് വേണ്ടത്. ആൻഡ് ബൈ ദാറ്റ് ഡേറ്റ് 8000 ആവും. സോ നമുക്ക് വേഗം തന്നെ മോണിറ്റൈസേഷൻ ആയിക്കില്ല, പിന്നെ ഭയങ്കര ടാസ്ക് ആയിരിക്കും കേട്ടോ. സോ അതിൻ്റെ ഒരു തത്രപ്പാടിലാണുള്ളത്. അപ്പോൾ ബ്രഷ് യൂസ് ചെയ്യുന്നത് ഇതെൻ്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഫേവറേറ്റ് ഉള്ള ബ്രഷാണ്. ഭയങ്കര നാച്ചുറൽ ലുക്കിങ്. അതുപോലെ ഒട്ടുമേ നമ്മുടെ ബേസ് പ്രൊഡക്ട്സിനില്ല, ഒട്ടുമേ ആക്കി കളിക്കുന്നില്ല കേട്ടോ. ബ്ലഷ് എന്തായാലും നമുക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ആക്ച്വലി കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ചെറുതായിട്ട് ബ്ലഷൊക്കെ അപ്ലൈ ചെയ്ത് ഇനി എന്താണ് ഈ ഒരു ബ്ലഷ് എനിക്ക് ആക്ച്വലി ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാൻ ഇഷ്ടം കേട്ടോ. ഈ ചീക്സിൻ്റെ അണ്ടർ ഹോളോനെസ് ഉള്ള ആൾക്കാർ ആക്ച്വലി ഈ നമ്മുടെ ചീക്സിൻ്റെ സൈഡിലോട്ടൊക്കെ ആക്ച്വലി ബ്ലഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോമിനൻസ് ഇല്ല, ആ ഒരു ഹോളോനെസ്സിനെ വന്നിട്ട് ഭയങ്കരമായിട്ട് അധികമായിട്ട് കാണിക്കും. പക്ഷേ ഈ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് ഭയങ്കര നാച്ചുറലാണ്, നമുക്കങ്ങനെ ഒരു ബ്ലഷ് മാതിരി ഒന്നും ഫീൽ ചെയ്യത്തില്ല. സെറ്റ് ചെയ്യാനായിട്ട് ഇത് ഞാൻ ആക്ച്വലി ഈ ഒരു സാധനമില്ലേ മീഷോ വാങ്ങിയതാ. എത്രയായിരുന്നു 150 രൂപയ്ക്ക് 8 6 മറ്റായിരുന്നു കിട്ടിയത്. സോ ഇത് ഭയങ്കര ക്വാളിറ്റി, ഒട്ടുമേ ക്വാളിറ്റി ഒന്നും ഉണ്ടാകത്തില്ല. ഇത് ഞാൻ ട്രയാങ്കിൾ പെർഫ്യൂം എന്നല്ല പറയാം, പക്ഷെ നല്ല ക്വാളിറ്റിയാടാ. ഇതുപോലെ നമ്മൾ പിക്ക് ചെയ്യുക ആൻഡ് ബാക്ക് ഓഫ് ദ ഹാൻഡ് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആൻഡ് ജസ്റ്റ് സീ ദ മാജിക്സ്. ഞാനിപ്പോൾ ഈ സൈഡ് നമുക്ക് ചെയ്ത് കാണിച്ചത് ഈ ഗ്ലോ ഉണ്ടാകുമ്പോൾ ആക്ച്വലി ഒരു ഓയിലൊന്ന് സെറ്റ് ചെയ്യുക കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മുടി വിട്ടിട്ട് ഞാൻ കാണാം കേട്ടോ, നമുക്ക് ഒട്ടുമേ സമയമില്ല. ലാസ്റ്റ് നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെ കാണിച്ചാൽ. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഞാൻ ഈ സാധനം ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ, ആക്ച്വലി രസം എടുക്കുന്നത്. സോ നമുക്ക് വടകര പോകണം. ഞാൻ പോകുന്ന വഴിക്ക് ഒരു പാഴ്സൽ എടുക്കാനുണ്ട്. എൻ്റെ ഒരു കൈൻഡ് ഓഫ് മേക്കപ്പ് ഏരിയതാണ് കേട്ടോ. ഞാൻ ഇതുപോലെ ഡയറക്റ്റ് സംഗീറ്റ് വരുന്ന സ്ഥലത്ത് വെച്ച് ലിപ്സ്റ്റിക്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഞാൻ സാനിറ്റൈസ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടോ. ഡെയിലി ആയിട്ടുള്ള എസെൻഷ്യൽസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഡെയിലി യൂസ് ചെയ്യുന്ന ബേസ് പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഏകദേശം ഈ ഒരു ഏരിയ ഉള്ളത്. മസ്കാര ആക്ച്വലി കാണുന്നില്ല, അപ്പം ഞാൻ ചെറുതായിട്ടൊരു വിങ്ങഡ് അനേർ ഇട്ടതാണ്.
ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഇപ്പം സമയം ഏകദേശം ഒരു 8 മണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ 10:30 നമ്മുടെ കുടുംബസമേതം നിവിൻപോളിയുടെ പടയില്ലേ പുതിയ കുടുംബസമേതം, ഓക്കെ, ആ സിനിമക്ക് പോവാം. സോ അപ്പോൾ ഇവിടെ നിന്നൊരു 9:15 ഇറങ്ങിയാലാണ് നമുക്ക് 10 മണിക്കെങ്കിലും അവിടെ എത്താൻ പറ്റത്തുള്ളൂ. ബിക്കോസ് വടകര ബ്ലോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണ്ട, ഞങ്ങൾ വരുമ്പോൾ ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. സോ നമുക്കിനി ആ സമയത്ത് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ സിനിമക്ക് പോകുമ്പോൾ ഇടാൻ പോകുന്ന ഔട്ട്ഫിറ്റ്. പിന്നെ സമയം ഏകദേശം 8:30 കഴിഞ്ഞു. സോ ഞാൻ വേറെ പരിപാടികളൊന്നും ചെയ്യുന്നില്ല, മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ലൈക്ക് 10:30 നമ്മൾ ഷോക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 2:30-3 മണിയാവും വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ സ്കിൻ കെയർ ഒന്നും കുത്തിയൊന്നും ചെയ്യാൻ സമയം ഉണ്ടാകത്തില്ല. സോ ഞാൻ എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ ഇപ്പം ചെയ്തിട്ട് അങ്ങനെ തന്നെ പോവാണ്. ജസ്റ്റ് പിന്നെ ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി സ്കിൻ കെയർ റൂട്ടീനൊക്കെ ചെയ്തിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഞാൻ സ്കിൻ കെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആൻഡ് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആൻഡ് സ്കിൻ കെയർ റൂട്ടീൻ വഴിയായിരുന്നു കേട്ടോ. ആൻഡ് ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ട് റൂട്ടീൻ ഫോളോ ചെയ്തു. ആൻഡ് ചെറിയ രീതിയിൽ ബ്ലഷ് അപ്ലൈ ചെയ്തു. ആൻഡ് ലിപ്സ്റ്റിക് അത്രയും ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇതുപോലത്തെ ഒരു ഹൈ പോണിറ്റൈൽ ലുക്കാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിനിമ കാണിച്ചു തരാം.